നമ്മളൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വളരെയധികം കോൺഷ്യസ് ആണല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ നല്ലൊരു അവയർനെസ് ഉണ്ട്, ആരോഗ്യം നല്ല രീതിയിൽ സൂക്ഷിക്കണമേ, എക്സസൈസിന്റെ പ്രാധാന്യം എന്താണെന്ന്. എന്നാൽ നമ്മളിൽ പലരും ബ്രെയിൻ എക്സസൈസുകളുടെ കാര്യത്തിൽ അല്ലെ നമ്മുടെ ബ്രെയിനും ഇതുപോലെ ഒരു എക്സസൈസ് അല്ലെ ഒരു സ്റ്റിമുലേഷൻ, ഒരു നർച്ചറിങ്ങിന്റെ ആവശ്യമുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു പ്രായം ഒരല്പം ഒരു 40 വയസ്സിനോടൊക്കെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഓർമ്മക്കുറവ്, ഒന്നും ശ്രദ്ധിക്കാൻ, ജോലിയിലേക്കാളും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, പല കാര്യങ്ങളും ചെയ്യേണ്ടത് മറന്നു പോകുന്നു അല്ലെ. പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണിത്. ഇത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ബ്രെയിനിനും ചെറിയ തോതിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ നമ്മുടെ മെമ്മറി ഷാർപ്പായിട്ട് നിൽക്കാനായിട്ട് അത് സഹായിക്കും. അതോടൊപ്പം പലരും പറയുന്നതാണ് പഠിത്തത്തിലാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ശ്രദ്ധ കിട്ടുന്നില്ല, ഇനി ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന്. അപ്പൊ അതിനൊക്കെ ഈ ബ്രെയിൻ എക്സസൈസുകൾ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യാനും സഹായിക്കും. ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ബിസി ലൈഫിൽ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ബ്രെയിൻ എക്സസൈസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ബ്രെയിൻ എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പ്രയോജനങ്ങൾ അറിഞ്ഞാലാണ് നമുക്കൊക്കെ അത് ചെയ്യാൻ കൂടുതൽ താല്പര്യം തോന്നുന്നത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ എക്സസൈസുകൾ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടും, നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള ഇത് കൂട്ടും, ഫോക്കസ്, കോൺസെൻട്രേഷൻ കൂട്ടും. അതോടൊപ്പം നമ്മുടെ മെമ്മറി പവർ കൂട്ടും. അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണല്ലേ. നമ്മുടെ ഏത് പ്രവർത്തന മേഖലകളിലും മെമ്മറി വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് സ്കില്ല് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും, ന്യൂ ബ്രെയിൻ സെൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ലോസ് ഉണ്ടല്ലോ, അതായത് ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലെ, അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു ഒക്കറൻസ് കുറയ്ക്കാനായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ആ പ്രായമാവുമ്പോൾ ഓർമ്മക്കുറവിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ടും ഈ ബ്രെയിൻ എക്സസൈസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ എക്സസൈസ് ആണ് റീകോൾ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ആണെങ്കിലും വളരെയധികം ഇഷ്ടമുള്ള ഒരു ബ്രെയിൻ എക്സസൈസ് ആണ് ഈ റീകോൾ എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യം, പഴയ ഒരു കാര്യം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് റീകോൾ. അത് നമ്മളുടെ കൂടെ പണ്ട് പഠിച്ച ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേര് അല്ലെ അവരുടെ സ്ഥലമൊക്കെ ഓർമ്മിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒക്കെ ഒരു പഴയ കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് പറയും എനിക്ക് കിട്ടുന്നില്ല, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ഓർമ്മിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മെമ്മറി ഷാർപ്പാവും, നമ്മളുടെ ബ്രെയിനിനെ നമുക്കൊരു ഫോക്കസ് മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നിങ്ങളുടെ വീടിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ, അതിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആ വഴി നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ആ വീട്ടിലേക്കുള്ള വഴിയിൽ അടുത്തൊക്കെ എത്ര നെയ്ബർഹുഡ് ഒക്കെ ഒന്ന് അടുത്ത് ഏതൊക്കെ വീടുകളുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ കാണാം. എന്തെങ്കിലും ലാൻഡ് മാർക്ക് പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ പറ്റിയ എന്തെങ്കിലും, അതായത് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തോടുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആ വഴിയിൽ നിന്ന് എത്രാമതാണ് എന്റെ വീടിരിക്കുന്നത്, ഇങ്ങനെ മനസ്സിലൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം, തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ആ മനസ്സിൽ ഭാവനയെ കണ്ട് അത് കറക്റ്റ് ആണോ എന്ന് അതുവഴി പാസ് ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്സിംഗ് ആണ്, അത് ഇന്നതും കൂടെ ഉണ്ട് എന്നൊന്ന് ആഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മെമ്മറി കൂടുതൽ ഷാർപ്പ് ആയിട്ട് നമ്മളെ സഹായിക്കും. അടുത്ത ഒരു ബ്രെയിൻ എക്സസൈസ് ആണ് ലേൺ സംതിങ് ന്യൂ. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുക. പ്രത്യേകിച്ച് അതൊരു ലാംഗ്വേജ് ആണെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആണ്. നമ്മൾ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായം ഒന്നും കരുതേണ്ട കാര്യമില്ല. ഏത് പ്രായത്തിലും പുതിയൊരു ലാംഗ്വേജ് നമുക്ക് ഇൻട്രസ്റ്റോടെ പഠിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാബുലറികൾ, ഇംഗ്ലീഷിലേക്ക് ആണെങ്കിലും 2-3 വാക്കുകൾ, അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും ഒരു ദിവസം പുതിയതായിട്ടൊന്ന് എഴുതി വെച്ചിട്ട് ആ വാക്കൊന്ന് പ്രൊനൗൺസ് ചെയ്യാനും അതിന്റെ മീനിങ് ഒക്കെ ആണെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന കംഫോർട്ട് സോണിൽ നിന്ന് കുറച്ചും കൂടെ ഒരു പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് അല്ലെ. അതുവരെയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നമ്മുടെ മൈൻഡ് ആണെങ്കിലും കൂടുതൽ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നമുക്ക് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ആണെങ്കിലും അതിന്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതിപ്പോ ലാംഗ്വേജ് മാത്രമല്ല, പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആർട്ട് ആകാം, ഇനി അതല്ല എന്തെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതാകാം. അങ്ങനെ എന്ത് കാര്യവും നമുക്കറിയാവുന്ന ആ ഒരു മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്നും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, വളരെ ചെറുതായ ഒരു കാര്യമായാൽ പോലും പഠിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുക, അതോടൊപ്പം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഷെയർ യുവർ ന്യൂ സ്കിൽ ടു സംവൺ എൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന്. നമ്മൾ ഈ പഠിച്ച പുതിയ കാര്യങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാകുക. നമ്മുടെ ഫ്രണ്ട്സ് ആകാം, ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം. അപ്പൊ അവരോട് നമ്മൾ അത് വീണ്ടും പറയുമ്പോൾ അവിടെ നമ്മുടെ മെമ്മറി കൂടുതൽ ഷാർപ്പൺ ചെയ്യാനായിട്ട്
കിട്ടാനായിട്ട് അത് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കൂടുതൽ അറ്റൻഷൻ, നമ്മളത് ആ ഒരു കാര്യം പഠിച്ച പുതിയ ഒരു കാര്യം പറയണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ടല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചു, അതിലെ കുറച്ച് വേർഡ്സ് ആണ് പഠിച്ചതെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരോടെങ്കിലും ഞാൻ ഇന്ന് പഠിച്ചത് ഇന്ന കാര്യമാണ് എന്ന് നിങ്ങൾ ഓർത്തെടുത്ത് പറയുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ മെമ്മറി, അറ്റൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് ബ്രെയിനിന് നല്ലൊരു എക്സസൈസ് തന്നെയാണ്. അടുത്തത് മെഡിറ്റേഷൻ. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അല്ലെ, നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനിന്റെ കാര്യത്തിലായാലും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് തരുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് വളരെ എഫക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്ററിന്റെ ഡെൻസിറ്റി കൂട്ടും. ഈ ഗ്രേ മാറ്റർ ആണ് നമ്മുടെ മെമ്മറി, ലേണിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രേ മാറ്ററിന്റെ ഡെൻസിറ്റി കൂടുന്നതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് പഠിക്കാനുള്ള സ്കില്ലും ഓർമ്മയും ഒക്കെ കൂട്ടിയെടുക്കാനായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. അപ്പൊ എന്നും തന്നെ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അതായത് നമ്മൾ ആയിരിക്കുന്ന ആ പ്രസന്റ് മൊമെന്റിലായിരിക്കുന്ന മെഡിറ്റേഷൻ ആണ് മൈൻഡ്ഫുൾനെസ്. നിങ്ങൾക്ക് ഇനി ഒട്ടും നേരമില്ല എങ്കിൽ ഒരു 5 മിനിറ്റേ നിങ്ങൾക്കൊന്ന് കണ്ണുകൾ അടച്ചിരിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അതിനും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം അടുക്കളയിൽ നിന്ന് പോകാൻ. നിങ്ങൾ അവിടെ വെറുതെ നിൽക്കുന്ന ആ ഒരു 5 മിനിറ്റ് മതി നിങ്ങൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞത് ആ 5 മിനിറ്റ് ഇനഫ് ആണെന്നല്ല. നമുക്ക് സമയമില്ല എങ്കിൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് 1-2 ഡീപ് ബ്രീത്ത്, കണ്ണുകൾ അടച്ച് ശ്വാസം എടുത്ത് അതേപോലെ ഡീപ്പായിട്ട് നമ്മൾ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് വരാൻ വേണ്ടി ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നു. അതിനുശേഷം ഒന്ന് കണ്ണുകൾ അടച്ച്, ഇപ്പൊ നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്ന ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് പറയുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ വെള്ളം തിളയ്ക്കുന്ന ആ ഒരു സൗണ്ട് തിളയ്ക്കുന്നതിന് മുമ്പ് അപ്പൊ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. ആ ഒരു സൗണ്ടിലേക്ക് മാത്രമായാലും ഒരു 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അതും ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾ പഠിച്ചു മടുത്തു, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്ത് നിങ്ങൾ മടുത്തുവെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് ഒന്ന് ആ ആയിരിക്കുന്ന പ്രസന്റ് മൊമെന്റിലേക്ക് നിങ്ങൾക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ, ഞാൻ ആയിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ വെറുതെ മൈൻഡിനെ ഫ്രീ ആക്കി ഒന്ന് കണ്ണുകൾ അടച്ച് ഇരുന്നാൽ പോലും അതും നമുക്ക് ഒരുപാട് പ്രയോജനം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മളൊക്കെ എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട് അല്ലെ, എല്ലാവരെയും നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊരു സ്കില്ലിന്റെ ലെവലിലേക്ക് പലപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. അതിന് ഒരു അല്പ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണ്, നമ്മൾ വെറുതെ സംസാരിക്കും എന്നല്ലാതെ കൂടുതലായിട്ട് ഒരു ഒബ്സർവേഷനിലേക്ക് നമ്മൾ പോകാറില്ല. അവിടെ നമുക്ക് ആ വ്യക്തിയെ ഒന്ന് നന്നായിട്ടൊന്ന് അസസ് ചെയ്താൽ, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ ആ ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെ സംസാരിക്കുന്ന രീതി, ഇതൊക്കെയും നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ആ ഒരു ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മളിൽ പലർക്കും ചിലപ്പോൾ ചിന്തിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് സ്റ്റെപ്പുകൾ ഉണ്ടായെങ്കിൽ അത് എത്ര സ്റ്റെപ്പ് ഉണ്ടാകുന്ന അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയൊരു എക്സസൈസ്, നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഇത്ര സ്റ്റെപ്പ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്യുക. ഇനി അതല്ല ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് ആ ഓഫീസിലേക്ക് എത്ര സ്റ്റെപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ലാൻഡ്മാർക്ക് ഉണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ചിലരോട് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഏതാണ്, വാച്ച് കിട്ടുന്ന ശീലമുണ്ടെങ്കിൽ വാച്ചിന്റെ കമ്പനി ഏതാണ്, അല്ലെ അതിന്റെ ആ ഡയലിന്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, ഇതൊന്നും തന്നെ നമുക്ക് അറിയില്ല, നമ്മൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാറ്. അപ്പൊ ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം പോലെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് കൂട്ടും. അതോടൊപ്പം നിങ്ങൾക്ക് ഫോക്കസ് കൂടുതൽ, ശ്രദ്ധ കൂട്ടാനായിട്ടും നമ്മളുടെ ബ്രെയിനിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ട്രെയിനിങ് ഗെയിംസ്. നിങ്ങൾക്ക് ഒരു അല്പം സമയം മാറ്റിവെക്കാൻ താല്പര്യമുണ്ട്, ബ്രെയിനിന് ഒരു എക്സസൈസ് കിട്ടിക്കോട്ടെ എന്ന് കരുതുന്ന മനോഭാവം ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക്, ഗെയിംസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും, അതായത് നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസിന്റെ ഒരു മോഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില ഗെയിംസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്, സുഡോക്കു, അല്ലെങ്കിൽ നമ്മൾ പസിൽസ് ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ക്രോസ് വേർഡ് പസിൽസ്, ഈ വാക്കുകൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന അങ്ങനത്തെ പസിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം സമയം കിട്ടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മെമ്മറി കൂടുതൽ ഷാർപ്പ് ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും. റീഡിങ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ജനറേഷൻ പലപ്പോഴും പുറകോട്ട് പോകുന്ന ഒരു കാര്യവുമാണ് വായന എന്ന് പറയുന്നത്.
പറയുന്നത് അല്ലെ. നമ്മൾ ഈ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ അറിവ് നമ്മുടെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളുടെ അറ്റൻഷൻ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്താലല്ലേ നമുക്ക് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ വായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമ്മുടെ അറ്റൻഷൻ ആയാലും കോൺസെൻട്രേഷൻ ആയാലും കൂട്ടാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അല്ലെ, നമ്മളൊരു നോവലാണ്, ഒരു ക്ലാസിക് നോവലാണ് വായിക്കുന്നതെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭാവനയിൽ കാണുകയാണ്. സോ അവിടെ ഇമാജിനേഷൻ, അതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും, അറ്റൻഷൻ കൂട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് റീഡിങ്ങിന്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഒരു അല്പസമയം നമുക്ക് എന്നും വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എല്ലാവരോടും എന്ത് കാര്യം പറയാലും നേരമില്ല എന്നുള്ള ഒരു പല്ലവി നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്കുള്ള അനുവദിച്ചിരിക്കുന്ന സമയത്തെ നമ്മൾ ഓരോ നല്ല ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുക. പ്രത്യേകിച്ചും വായനയ്ക്കാണ്. നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ കാണുന്ന ഒരു ശീലം മാറ്റി വെച്ചേച്ച് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതിന് അടുത്ത ദിവസം അതിന്റെ ബാക്കി വായിക്കുക. അങ്ങനെ നമ്മളൊരു ശീലം ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഡിമെൻഷ്യ കുറയ്ക്കാം, മറവി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം കുറയ്ക്കാനൊക്കെ ഈ വായന നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി സോഷ്യൽ. നമ്മളൊക്കെ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട്, സംസാരിക്കാനായാലും ആശയങ്ങൾ പങ്കുവെക്കാനൊക്കെ ആയാലും ഒന്ന് തയ്യാറാവുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് തരും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ മനുഷ്യർ സാമൂഹിക ജീവികളാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിന് കുറച്ചുകൂടെ മീനിങ്, അല്ലെ പുതിയ ഐഡിയകൾ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ അതൊന്ന് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ മനസ്സിന്റെ സംഘർഷം കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അതായത് ബ്രെയിനിന്റെ മൾട്ടിപ്പിൾ ഏരിയാസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അത് നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ആശയം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ, ഇതൊക്കെ നമ്മൾ നമ്മളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു അല്ലെ. ഇപ്പൊ അവിടെ അറ്റൻഷന് എല്ലാം തന്നെ വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ, നമ്മൾ അത് പെർസീവ് ചെയ്യുന്നു, അത് സ്വീകരിക്കുന്നു, ഇതിന് മറുപടി പറയുന്നു. അപ്പൊ അത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് നമ്മൾ ഈ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ എക്സസൈസുകൾ നിങ്ങളതൊന്ന് മൊത്തത്തിൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങളൊരു ജിമ്മിൽ പോയി നിങ്ങളുടെ ബോഡി ഫിറ്റ്നസിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന സമയത്തിന്റെ വളരെ ചുരുങ്ങിയ ഒരു സമയം അല്ലെ, എഫേർട്ടും മതി ഈ പറയുന്ന കാര്യത്തിന്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിനൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രെയിൻ എക്സസൈസുകൾക്കും നമ്മളുടെ ബോഡി എക്സസൈസുകൾക്ക് കൊടുക്കുന്ന അതേ സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ്. എവിടെ ചെന്നാലും മത്സരമാണ് അല്ലെ. നല്ല കഴിവുകൾ ഉള്ളവർക്കും നല്ല ഓർമ്മശക്തിയും അല്ലെങ്കിൽ അറ്റൻഷൻ സ്കില്ലും എല്ലാ തരത്തിലുള്ള ഓവറോൾ ഒരു സ്കില്ലുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ ലോകത്ത് ഏത് മേഖലയിലും, അത് പഠന മേഖലയിലായാലും ശരി, നമ്മുടെ പ്രൊഫഷണൽ ആയാലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഏരിയയിലൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മളുടെ മൈൻഡിനെയൊക്കെ ആയാലും നമ്മളുടെ ആ ഒരു പവറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ബ്രെയിൻ എക്സസൈസ് കൂടിയേ തീരും. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി ഒരു 5 മിനിറ്റ് അല്ല, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒന്ന് ഓർമ്മിച്ചെടുത്താക്കാനായിട്ട് സാധിച്ചാൽ അതും ഒരു ബ്രെയിൻ എക്സസൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമ്മളിങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഈ ബ്രെയിൻ എക്സസൈസുകൾ ഒരുപാട് ബെനിഫിറ്റുകൾ കൊണ്ടുതരും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.